ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ ഗാനങ്ങളെ പാടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പലപ്പോഴും നമ്മളെ ഇവരെ സഹായിച്ചല്ലോ. നമുക്ക് വിദേശത്തോട് ചില ആലോചനകൾ അറിയിക്കുവാൻ, കർത്താവിന്റെ സദ്വാർത്തമാനത്തെ ഘോഷിക്കുവാൻ കർത്താവിന്റെ വിഷയത്തിൽ പാസ്റ്ററെ ഈ സമയത്തേക്ക് ക്ഷണിക്കുന്നു. കർത്താവ് ഞങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുകരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവദിന ആഘോഷിക്കാൻ അടുത്ത പകലയുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ധന്യനായ ക്രിസ്തുവേശുവിൻ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ പറയുന്നു. ഈ ഹോളിന്റെ അങ്കണത്തിൽ നിന്നുകൊണ്ട് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ എല്ലാ ചൊവ്വാഴ്ച തോറും ഈ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന അനവധി വ്യതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അനവധിയായ പ്രതിസന്ധികളുണ്ട്. ഇതിന്റെ എല്ലാ നടുവിൽ എല്ലാവർക്കും സമാധാനം നൽകി, ദേശത്ത് സ്വസ്ഥത നൽകി, നല്ല ഒരു ജീവിതം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടമാണ് ഈ സ്ഥലത്ത് പ്രാർത്ഥനയായി എല്ലാ ചൊവ്വാഴ്ച തോറും ഇവിടെ കൂടി വരുന്നത്. അപ്പോൾ തന്നെ ഞായറാഴ്ച പകൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധന ഇവിടെ നടക്കുന്നുണ്ട്. ആ നിലകളിൽ ആ ദൈവവചന സത്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുവാൻ, സത്യങ്ങൾ അറിയുവാൻ അതൊരു മുഖാന്തരമായിട്ടാണ് ആ ശുശ്രൂഷകൾ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. കർത്താവിന്റെ ദാസൻ ആ പ്രിയ ജോൺസൺ പാസ്റ്റർ, അതുപോലെ തന്നെ അദ്ദേഹത്തോടൊരുമിച്ച് കർത്തൃദാസന്മാർ, അപ്പോൾ തന്നെ ദൈവമക്കൾ, ഇവിടെ പാട്ടുപാടിയ പ്രിയപ്പെട്ടവർ, ബഹുവരെയായി പ്രാർത്ഥിച്ചു തുടങ്ങിയ പ്രിയ സാര തുടങ്ങി അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗണം ഇവിടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചു പോരുന്നു. ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവരെ കൂടെ ഞങ്ങൾ ക്ഷണിക്കുവാനാണ് ഇങ്ങനെ ലൈവായി ഒരു പ്രോഗ്രാം നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദേശത്തോട് അറിയിപ്പാൻ ഞങ്ങൾക്കൊരു സന്ദേശമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പറയും, അത് ഞങ്ങൾ പലവട്ടവും ഇത് കേട്ടിട്ടുള്ളതാണ്. സുവിശേഷം എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഞങ്ങൾക്കറിയാം, യേശുക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്, ബൈബിളുണ്ട്, ആ വചനങ്ങൾ ഞങ്ങൾ വായിക്കാറുണ്ട്. സുവിശേഷത്തെ കുറിച്ച് ഞങ്ങൾക്ക് ഗ്രാഹ്യമുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോകുന്നവരാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ദൈവത്തെ വിളിക്കുന്നവരാണ്, ആ ദൈവവുമായി ബന്ധമുള്ളവരാണ് എന്നൊക്കെ പല നിലകളിൽ ഞങ്ങളോട് സംസാരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത നിത്യസത്യങ്ങൾ പരസ്യമായി ദൈവം മനുഷ്യർക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ത്രികാലജ്ഞനായ ദൈവം, കാലാതീതനായ ദൈവം ഈ കാലങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് നാം എന്നു മുതലാണോ ആ ഒരു കാലത്തെ കുറിച്ച് അഥവാ ഒരു സമയത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്, അതിനു മുമ്പ് തന്നെ അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നവൻ. അങ്ങനെയാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തെ ആരും സൃഷ്ടിച്ചതല്ല, ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമായിരുന്നു. ആദി എന്ന് നമ്മൾ ഗണിക്കുന്നതിന് മുമ്പ് അനാദിയായി, നിത്യനായി, നിത്യമായി ഈ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ദൈവം എന്നുള്ളത്. ദൈവത്തെ ആർക്കും സൃഷ്ടിക്കുവാൻ കഴിയത്തില്ല. ദൈവമാണ് ഈ ഭൂമിയെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം ആരാലും സൃഷ്ടിക്കപ്പെട്ടവനല്ല, ആരെ കൊണ്ടും ദൈവത്തെ സൃഷ്ടിക്കുവാൻ കഴിയത്തില്ല. ദൈവം എന്ന ആ ആശ്രിത്വത്തിന് നാം അതിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ അനാദിയായും ത്രികാലജ്ഞനായും കാലങ്ങൾക്കപ്പുറത്തും സൃഷ്ടി സ്ഥിതി ചെയ്യുന്ന ഉന്നതമായ ഉദാത്തമായ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ദൈവത്തെ കൂടാതെ മനുഷ്യനെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല. അതിന്റെ കാരണം മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നുള്ളതാണ്. ആമേൻ. ഒറ്റ വാക്കിൽ ഞാൻ ആ കാര്യം പറഞ്ഞല്ലോ. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അത് സകല മതങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മതങ്ങളിൽ ചികഞ്ഞന്വേഷിച്ചാൽ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എല്ലാ മതങ്ങളുടെയും ഉൾഭാഗങ്ങളിൽ സത്യത്തിന്റെ ഒരു നേരിയ രേഖ അതിനകത്തൂടെ കടന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആർഷഭാരതത്തിൽ ഉരുത്തിരിഞ്ഞ ഋഷീവര്യന്മാരാൽ ലിഖിതമായ രേഖപ്പെടുത്തപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, അതിന്റെ താളുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അതിനകത്തും സത്യത്തിൻ്റെതായിരിക്കുന്ന ഒരു നേരിയ രേഖ അതിനകത്തൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ കാരണം എല്ലാ മനുഷ്യന്റെയും അകത്തലങ്ങളിൽ ദൈവത്തെ കുറിച്ചുള്ള ഉൾബോധവും അല്ല, ദൈവത്തെ കുറിച്ചുള്ള നേരിയ ദർശനവും ആത്മീയമായ താല്പര്യവും ഒക്കെ ഉടലെടുത്ത് അവരുടെ അകത്തലങ്ങളിൽ നിന്ന്, അവരുടെ മനസാക്ഷിയിൽ നിന്ന് അവരെ രേഖപ്പെടുത്തുവാൻ താല്പര്യപ്പെട്ട അവരുടെ ചിന്തയ്ക്കകത്തൊക്കെ ദൈവികമായ, ധാർമ്മികമായ, ആത്മീകമായ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന്റെ പൂർത്തീകരണം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. സകല നേരിയ സത്യങ്ങളുടെ രേഖകളും ഒരുപോലെ വന്നു ചേരുന്നത് കർത്താവായ യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിലൂടെ നാം അതിനെ കാണുമ്പോൾ അതിന്റെ എല്ലാ പൂർത്തീകരണമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എബ്രായ ലേഖനം എന്ന് പറയുന്ന പുതിയ നിയമത്തിലെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: പൂർവ്വകാലങ്ങളിൽ ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. അത് പ്രവാചകന്മാരിലൂടെ വിവിധ നിലകളിൽ ദൈവം സംസാരിച്ചു. വിവിധങ്ങളായ ആ സാഹചര്യങ്ങളിലൂടെ ദൈവം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച ദൈവം ഏറ്റവും ഒടുവിൽ തന്റെ പുത്രനെ നൽകിക്കൊണ്ട് തന്റെ വെളിപ്പാട് പൂർത്തീകരിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങൾ അതിൻ്റെതായിരിക്കുന്ന പൂർത്തീകരണമാണ് യേശുക്രിസ്തു എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. മതത്തിന്റെ അന്തസ്സത്തെയും അതിൻ്റെതായിരിക്കുന്ന അകത്തലങ്ങളിലൂടെ പുറത്തു വരുന്ന ഉരുത്തിരിയുന്ന ആത്മീക സത്തകളുമൊക്കെ വ്യക്തമായി നമ്മൾ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കിയാൽ അതിന്റെ കാതൽ എന്താണെന്ന് ചോദിച്ചാൽ അത് യേശുക്രിസ്തുവിനെയാണ് വ്യക്തമായി വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് അങ്ങനെ വെളിപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ മാനവജാതിയുടെ രക്ഷകനായി ചരിത്രത്തിൽ ഉദയം ചെയ്യുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. പല ആളുകൾക്ക് ഞങ്ങളിത് പറയുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. ഒത്തിരി ദേവന്മാരും ദൈവങ്ങളും നാം ബഹുമാനിക്കുന്ന ഗുരുക്കന്മാരും ആദർശശാലികളും എന്ന് വേണ്ട അനവധി 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 മഹാന്മാരെയൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ രാജ്യത്ത് യേശുക്രിസ്തു മാത്രമാണ് രക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് എങ്ങനെ ഉൾക്കൊള്ളുവാൻ കഴിയും എന്ന് ചോദിക്കുന്ന നിരവധി പേരുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിനെക്കുറിച്ച് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ 1.5 പേരില്ല, ഒരാള് മാത്രമേ ഉള്ളൂ. ആ ബ്രാക്കറ്റിൽ ഒരു 3 ഉത്തരം കൊടുത്തെന്നിരിക്കട്ടെ, രാജീവ് ഗാന്ധി എന്നോ ഇന്ദിരാഗാന്ധി എന്നോ ഒക്കെ 2-3 ഉത്തരങ്ങൾ കൊടുത്തിട്ട് അതിന്റെ അർത്ഥം വാസ്തവത്തിൽ ഉത്തരം ഒന്നേ ഉള്ളൂ. ഇന്ദിരാഗാന്ധി ഇന്ത്യയെ ഭരിച്ചിട്ടുള്ളതാണ്, പ്രധാനമന്ത്രി ആയിരുന്നിട്ടുള്ളതാണ്. രാജീവ് ഗാന്ധിയും അങ്ങനെ ഇരുന്നിട്ടുള്ളതാണ്. എന്നാൽ വാസ്തവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നതുപോലെ തന്നെ ഉത്തരം ഒന്നു മാത്രമേ ഉള്ളൂ. എന്നതുപോലെ മാനവരക്ഷയ്ക്ക് വേണ്ടി ദൈവത്താൽ കൊണ്ടുവരപ്പെട്ട, ദൈവത്താൽ ഈ ലോകത്തിൽ സംജാതമായ ഉടലെടുത്ത ദൈവികമായിരിക്കുന്ന മാർഗം ഒന്നരയില്ല, 1.25 ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അതാണ് കർത്താവായ യേശുക്രിസ്തു. ശമിസ്ഥാനമായതിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ പാപം പുറപ്പെട്ട മാർഗവും പാപപരിഹാരത്തിന് വേണ്ടി ദൈവം ഇറങ്ങി വന്ന വഴിയുമൊക്കെ നമ്മൾ അതിന്റെ ആഴത്തിലിറങ്ങി പഠിച്ചാൽ അതിന്റെ പഠനങ്ങൾ നമ്മെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. അത് കർത്താവായ യേശുക്രിസ്തുവിലേക്കാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഈ സത്യം മലർക്ക്, മണ്ണിലെ മനോഹരെല്ലാവരും
എല്ലാവരും അറിയണമെന്നുള്ള ദൈവത്തിന്റെ തിരുവെഴുത്തുകളിലും ദൈവത്തിന്റെ തിരുഹൃദയത്തിലും അഭിലാഷിച്ച ഈ സത്യങ്ങളെ കുറിച്ച് ഇന്നും ഉച്ചൈസ്തരം ഞങ്ങൾ ഘോഷിക്കുന്നത്. അപ്പോസ്തലിക കാലത്ത് ഇത് ആരംഭിച്ചതാണ്. ഇതിനെതിരെ, ഈ സത്യത്തിനെതിരെ ഒത്തിരി മതങ്ങൾ അണിനിരന്നിട്ടുണ്ട്. ഈ സത്യത്തിനെതിരെ റോമൻ രാജാക്കന്മാർ അണിനിരന്നിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭയുടെ ദൈവവചനത്തിന്റെ പ്രഘോഷണത്തിന്റെ പുറകിൽ ഇത് പ്രസംഗിച്ച ആളുകളെ പിടിച്ച് ബന്ധിച്ച് അവരെ എണ്ണയൊഴിച്ച് അഗ്നിക്കിരയാക്കിയ ചരിത്രമുണ്ട്. ഇത് പ്രസംഗിച്ച ആളുകളെയും ഇത് പ്രസംഗിച്ചിട്ടുള്ള സഭകളെയും വളർന്നു വന്ന ആ നിലകളിലുള്ള പ്രസ്ഥാനങ്ങളെയെല്ലാം മുടിക്കുവാൻ എഴുന്നേറ്റ ആയിരങ്ങളുണ്ട്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഇത് ഇതുവരെ തീർന്നു പോയിട്ടില്ല. ഇതിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്: അടിയുടെ മുൻപിൽ, ഇടിയുടെ മുൻപിൽ തകരുകയിൽ നീ മാർഗം. അടിയുടെ മുൻപിൽ, ഇടിയുടെ മുൻപിൽ തകരുകയിൽ നീ മാർഗം. അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരും ഈ സുവിശേഷം. അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരും ഈ സുവിശേഷം. സുവിശേഷത്തിന്റെ പ്രത്യേകത അതാണ്. അടിച്ചമർത്താൻ നോക്കുന്നോറും ഇത് അടിക്കടി ഉയരും. കാരണം ഒരു റബ്ബർ പന്ത് താഴേക്ക് എറിഞ്ഞാൽ എമ്മാത്രം ആഞ്ഞ് എറിയുന്നുവോ അത് ശക്തിയോടുകൂടി ഉയരത്തിലേക്ക് കുതിക്കുന്നത് പോലെ ഈ സുവിശേഷം എന്ന് പറയുന്നത് ഇതിനെ തകർക്കുവാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഇത് വളർന്നിട്ടുണ്ട്, ഇത് പടർന്നിട്ടുണ്ട്, ഇത് പന്തലിച്ചിട്ടുണ്ട്. ഇത് ആരംഭിച്ചത് പലസ്തീനായിലാണെങ്കിൽ, ഇതിന്റെ ആദ്യ സഭ യെരുശലേമിലാണെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട തുടർന്നുള്ള സഭ അന്ത്യോക്യയിലാണെങ്കിൽ, ഇന്ന് ലോകം മുഴുവൻ ഇത് പടർന്ന് പന്തലിച്ചു. ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ സുവിശേഷം എത്താത്ത ഇടങ്ങളില്ല. ലോകത്തിന്റെ നാനാ ദിഗന്ധങ്ങളിൽ വെള്ളിക്കൊടി പാറിച്ചുകൊണ്ട് ഇന്നും ആയിരങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന നിത്യസത്യമായ യേശുക്രിസ്തുവിന്റെ മാർഗം ചരിത്രത്തിൽ നിന്ന് ഉച്ചാരണം ചെയ്യുവാൻ, ഉന്മൂലനം ചെയ്യുവാൻ എഴുന്നേറ്റ പല നേതാക്കന്മാരുണ്ട്, പല രാഷ്ട്രീയ ആദർശശാലികളുണ്ട്. പക്ഷേ അവരാരും ഇന്നില്ല. ഒരിക്കൽ വോൾട്ടയർ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, ഒരു 100 വർഷം കൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് ചവറ്റുകൊണ്ടയിൽ എറിയപ്പെടും. ഇതാരും വായിക്കത്തില്ല, ഇതാരും കാണത്തില്ല, ഈ പ്രസംഗം ആരും കേൾക്കത്തില്ല. അദ്ദേഹം കൊടുത്തത് ഒരു 100 വർഷമാണ്. അദ്ദേഹം താമസിച്ച ജനീവയിലെ വീട് ബൈബിൾ സൊസൈറ്റിക്കാർ വിലയ്ക്ക് വാങ്ങി. ഇന്ന് ആ വീട്ടിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ബൈബിൾ അട്ടിയടിക്കി വെച്ചിരിക്കുകയാണ്. വോൾട്ടയർ എവിടെ ഇരുന്നു കൊണ്ട് ഇത് നശിക്കും, ഇത് തീർന്നു പോകുമെന്ന് വിലയിരുത്തിയോ അതേ വീട്ടിൽ ഇന്ന് സുവിശേഷം അട്ടിയടിക്കി വെച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന മാന്യ സഹോദര, സുവിശേഷത്തിന് വേണ്ടി ആരെഴുന്നേറ്റിട്ടുണ്ടോ ഈ സുവിശേഷം പടർന്നിട്ടുണ്ട്, ഇത് പന്തലിച്ചിട്ടുണ്ട്, ഇത് വ്യാപരിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ചുരുക്കം പേരെ ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുള്ളൂ എങ്കിലും ആയിരങ്ങൾ 10,000-ങ്ങൾ രക്തസാക്ഷികളായി തീർന്നൊരു മാർഗമാണ് ഈ നിർമ്മലമായ സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ മരണാശേഷം അപ്പോസ്തലിക പിതാക്കന്മാർ ഈ സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേവലം 12 പേർ ലോകത്തിന്റെ പലയിടങ്ങളിലെത്തി. അതിലൊരാളാണ് സെന്റ് തോമസ്. ഈ കേരളത്തിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ചില ചിന്തകളുണ്ടല്ലോ. ഈ കുറവനങ്ങാട്ട് വന്ന് 5 കുടുംബങ്ങളെ സ്നാനപ്പെടുത്തി എന്നൊക്കെ ആ വിശ്വാസം ആ നിലകളിലുണ്ട്. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷവുമായി സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വെച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ചരിത്രം അവിടെ ചെന്ന് ഞാനത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൊന്ന സ്ഥലം ഞാൻ ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. അവിടെ വെച്ചാണ് അദ്ദേഹം മരിച്ചത് എന്നൊക്കെ ചിന്തകൾ ആ നിലകളിലുള്ള ആ പാരമ്പര്യങ്ങൾ ഇവിടെ ഉണ്ട്. എന്തിനേറെ പറയണം, 12 പേരെ കൊണ്ട് ലോകത്തിന്റെ നാനാധികങ്ങളിൽ ഈ സുവിശേഷം എത്തിക്കുവാനിടയായി. റോമാപുരി വരെ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന കർത്തൃദാസൻ സുവിശേഷവുമായി കടന്നുപോയി. ഇൽഹുരിയ പ്രദേശങ്ങളിൽ, യെരുശലേമിൽ, കിദോന്യയിൽ, പറഞ്ഞ സ്പാനിയയിലേക്ക് പോകുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ലോകത്തിന്റെ പലയിടങ്ങളിൽ നൂറ്റാണ്ടുകൾ കൊണ്ട് ഈ സത്യം പരക്കുകയുണ്ടായി, പാറി പറക്കുകയുണ്ടായി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതിന്റെ പുറകിൽ ഒരേ
ഒരു കാര്യമേ ഉള്ളൂ. മാനവജാതിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന നിത്യരക്ഷയ്ക്ക് വേണ്ടി ദൈവത്താൽ നൽകപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നതാണ് ഈ സുവിശേഷം. ഈ സുവിശേഷം മറ്റൊന്നിനു വേണ്ടി പറയുന്നതല്ല, ഒരു മതം വളരാൻ വേണ്ടി പറയുന്നതല്ല, കുറച്ച് ആളുകളെ കൂട്ടാൻ വേണ്ടി പറയുന്നതല്ല, ആരുടെയെങ്കിലും മറ്റുഷ്ട പ്രക്ഷാളനം നടത്തുവാൻ പറയുന്നതല്ല, ആരുടെയെങ്കിലും കാശ് വാങ്ങുവാൻ പറയുന്നതല്ല, ആരെയെങ്കിലും ഏതെങ്കിലും തരം ഇപ്പൊ ആളുകൾ വികലമായി ചിന്തിക്കുന്ന പോലെ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചേർക്കുവാൻ പറയുന്നതല്ല. പിന്നെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കുടികൊള്ളുന്ന പാപത്തിന്റെ കനത്ത ശക്തി തുളച്ചു മാറ്റി മദ്യപാനിയായി തകർന്ന ജീവിതം നയിച്ച് ആയിരങ്ങളുടെ നടുവിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് നശിക്കപ്പെട്ട് ജീവിതം തകർന്ന് ആത്മഹത്യക്ക് വേണ്ടി പോലും അരാജകത്വത്തിൽ ജീവിക്കുന്ന ആയിരങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഈ സുവിശേഷം. ഇതെവിടൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെ വ്യക്തികളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്, തകർന്നവരെ മാറ്റിമറിച്ചിട്ടുണ്ട്, തകർന്ന കുടുംബങ്ങളെ പണിതിട്ടുണ്ട്, ഡൈവോഴ്സായി ബന്ധങ്ങൾ തീർന്നു പോകുന്ന, അന്യോന്യം അകന്നു പോകുന്ന, അന്യോന്യം കൊല്ലുന്ന കൊല്ലുവെപ്പും കൊലയും ആക്രോശിക്കുന്ന മാനവ ഹൃദയത്തിൽ ഈ സുവിശേഷം രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തെളിവാണ് മദ്രാസിലെ മോൻ എന്നറിയപ്പെടുന്ന കലിക്കമ്പിന്റെ കൊലക്കേസിലെ ഒരു കോട്ടയംകാരനായ ഒരു മനുഷ്യൻ റെനി ജോൺ. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സിനിമ പോലും ഇറങ്ങി, മദ്രാസിലെ മോൻ. റെനി ജോർജ് എന്ന് പറയും, കോട്ടയംകാരനാണ്. ആ മനുഷ്യൻ കലിക്കമ്പില്ലയിൽ ഒരു കൊലക്കേസ് നടത്തി പിതാവിനെയും മാതാവിനെയും കുത്തിക്കൊന്നു. അവൻ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ വെച്ച് മാനസാന്തരപ്പെട്ടു. ആ ജയിലിൽ കിടന്ന് മാനസാന്തരപ്പെട്ടു. ഇന്ന് പാസ്റ്ററാണ്. കലിക്കമ്പില്ല കൊലക്കേസിന്റെ പ്രതിയായിരിക്കുന്ന റെനി ഇന്ന് പാസ്റ്ററാണ്. ഇന്ന് ബാംഗ്ലൂരിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. മൂന്നാർ സൈഡിൽ വെച്ച് ഒരു ആദിവാസിയെ കുത്തിക്കൊന്ന പാസ്റ്റർ ഗീതാകൃഷ്ണൻ, ഞാൻ അദ്ദേഹത്തോടു കൂടെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഒരു പാസ്റ്ററാണ്. ഒരു കൊലപാതകം നടത്തി ദീർഘനാളുകൾ ജയിലിൽ കിടന്ന ഗീതാകൃഷ്ണൻ മാനസാന്തരപ്പെട്ട ഇന്ന് പാസ്റ്ററാണ്. അങ്ങനെ എണ്ണി പറഞ്ഞാൽ അനവധി ആളുകൾ അവരുടെ ജീവിതത്തിന്റെ അറിയായ്മയുടെ കാലത്ത് അവർ ചെയ്തു കൂട്ടിയ പാപം, അവരുടെ കൊലപാതകം, മദ്യപാനം, തകർന്ന ജീവിതം, പാപത്തിൻ്റെതായിരിക്കുന്ന വഴിച്ചാലുകൾ, അതെല്ലാം അവരെ നാശത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ജീവിതത്തിൽ യേശു അകത്ത് വന്നപ്പോൾ അവർക്ക് മാനസാന്തരമുണ്ടായി. യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങി, ദൈവത്തിന്റെ വഴി അറിയാൻ തുടങ്ങി. അവർ ചെയ്ത തെറ്റ് അവർ ഏറ്റുപറഞ്ഞു. അവരാരെ ഉപദ്രവിച്ചുവോ അവരോട് ചെന്ന് കാല് പിടിച്ച് അവരുടെ കുടുംബത്തോട് ചെന്ന് ഞങ്ങൾ തെറ്റ് ചെയ്തുവോ എന്ന് ഏറ്റുപറഞ്ഞു. ദൈവത്തോട് അവർ ഏറ്റുപറഞ്ഞു. ദൈവമക്കളായവരെ മാറി. വേദപുസ്തകം പറയുന്നു, എത്ര കൊലപാതകനെയും മാറ്റുന്നതാണ് സുവിശേഷം. എന്തുകൊണ്ട്? അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ മുൻപാകെ അവൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് സുവിശേഷം. സുവിശേഷത്തിന് മാത്രമേ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിയുള്ളൂ. മനസാക്ഷിയുടെ കുത്തലുമായി ചെയ്തു പോയ പാപവുമായി മനുഷ്യനിത തീർത്ഥാടനങ്ങളും കർമ്മകാണ്ഡങ്ങളും നടത്തി ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് സായുജ്യത്തിന് വേണ്ടി, സാമീപ്യത്തിന് വേണ്ടി, സാലോക്യത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും മോചനം വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ എവിടേക്കോ അപഥസഞ്ചാരം ചെയ്യുന്നു. പക്ഷേ അവന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ സമാധാനം പ്രാപിക്കാൻ കഴിയുന്നില്ല. എന്തൊക്കെയോ ദൈവത്തിന് കൊടുക്കുന്നു. ഏതൊക്കെ നിലകളിൽ കർമാനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്നു. ആ നിലകളിൽ പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്തു കൂട്ടുന്നെങ്കിലും എല്ലാ സീസണിലും, എല്ലാ ഭക്തിയുടെ വർഷവും, എല്ലാ ഭക്തിയുടെ ദിവസങ്ങളും പിന്നെയും അത് തുടരുകയാണ്. എല്ലാ ആണ്ടിലും തുടരുകയാണ്. അതിന്റെ കാരണം മനുഷ്യന്റെ അകത്തലത്തിലുള്ള പാപത്തെ കുറിച്ചുള്ള ആ മനസാക്ഷിയുടെ കുറ്റബോധം അവന്റെ അകത്തവനെ വേദനിപ്പിക്കുമ്പോൾ അവനറിയാം ഇത് ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പായെങ്കിൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തോട് നിലവിളിക്കുന്നു. അവന്റെ അകം എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്നു. നീ ചെയ്ത തെറ്റാണ്, ആ മദ്യപാനം തെറ്റാണ്, ആ പാപം തെറ്റാണ്, ആ കൊലപാതകം തെറ്റാണ് എന്ന് മനസാക്ഷി എപ്പോഴും മനുഷ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം ഒരു വിൽപ്പവർ സകല മനുഷ്യന്റെയും അകത്ത് വെച്ചിട്ടുണ്ട്. മൃഗത്തെ പോലെയല്ല മനുഷ്യൻ. ഒരു പൂച്ച എലിയെ കടിച്ചു നിന്നിട്ട് സാധാരണ എവിടെ കിടന്നുറങ്ങും. എന്നാൽ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ മനസാക്ഷി എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കും. നീ ചെയ്തത് തെറ്റാണ്, നീ പറഞ്ഞത് തെറ്റാണ്, നീ ചെയ്തത് കൊലപാതകമാണ് എന്ന് അവന്റെ അകം എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ മനസാക്ഷിയുടെ നമ്പര നിമിത്തം അവനൊരു മോചനം വേണം, ഒരു മോക്ഷം വേണം. അതിനുവേണ്ടിയാണ്
അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചെയ്തു പോയ പാപം, ചെയ്തു കൂട്ടിയ പാപം, അമ്മയോട് ചെയ്തത്, അപ്പനോട് ചെയ്തത്, അന്യക്കാരനോട് ചെയ്തത്, അല്ല സ്വന്തം സഹോദരനോട് ചെയ്തത്, അതിന് മാറ്റുകയും അന്യനെ കൊലയ്ക്ക് കൊടുക്കുകയും എന്ന് വേണ്ട സ്വന്തം ഭാര്യ ആശ്രയിച്ചു കൊല്ലുകയും എണ്ണി പറഞ്ഞാൽ എത്രയോ 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 കൊലപാതകങ്ങൾ, എത്രയോ സംഭവങ്ങൾ അനുദിനം നമ്മുടെ കാതുകളിലും കണ്ണുകളിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? മാന്യ സ്നേഹിതരെ, ഇതിന്റെയൊക്കെ മടിത്തട്ടിൽ മനുഷ്യൻ വേദനിപ്പിച്ച് വേദനയോടെ അവന്റെ മനസാക്ഷിയുടെ പുത്രൻ നിമിത്തം ഒരു മോചനത്തിന് വേണ്ടി ഓടുകയാണ്. അവൻ ആ ഒരു പഴയ പാട്ടുകാരൻ പാടിയതുപോലെ ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. എന്തിനാ? ഈശ്വരനെ ഒന്ന് കണ്ടാക്കൊള്ളാം, ഈശ്വരനെ അന്വേഷിക്കുകയാണ്. അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂമിയിലുമില്ല ഈശ്വരൻ. എല്ലായിടത്തും തേടുകയാണ്, മനുഷ്യൻ അന്വേഷിക്കുകയാണ്. കാരണം അവന്റെ മനസാക്ഷിയുടെ കുത്തൽ നിമിത്തം, അവന്റെ അകത്തരത്തിലെ വേദന നിമിത്തം ദൈവത്തെ തിരയുന്ന മനുഷ്യനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷെ ഞങ്ങൾ പറയട്ടെ, മനുഷ്യനെ തിരയുന്ന ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. മനുഷ്യൻ ദൈവത്തെ തിരഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ദൈവത്തെ കണ്ടെത്തുവാൻ മനുഷ്യൻ അസാധ്യമാണ്. അതിന്റെ കാരണം ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഈ മനുഷ്യനെ സംബന്ധിച്ച് മാനുഷിക കണ്ണുകൾ കൊണ്ട്, മാനുഷിക ചക്ഷുസുകൾ കൊണ്ട് ആത്മാവായ ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ദൈവം ആത്മസ്വരൂപനാണ്. ആത്മസ്വരൂപനായ ദൈവത്തെ ഈ മാനുഷിക കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുമോ? നോ, ഇല്ല, ഒരിക്കലും കാണാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ ദൈവത്തെ കാണാമെന്ന് പറഞ്ഞാൽ ദൈവത്തെ തിരയുന്ന മനുഷ്യനോട് ഞങ്ങൾ പറയുന്നു കാണാൻ പറ്റത്തില്ല. അതിന്റെ കാരണം ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ നിനക്ക് പറ്റത്തില്ല. എനിക്ക് കാണാം, ഈ ഭിത്തിയുടെ ഭാഗം വരെ കാണാം, അതിനപ്പുറത്ത് കാണാൻ ഒക്കത്തില്ല. അങ്ങോട്ട് നോക്കിയാൽ ആ വലിയ കെട്ടിടം കാണാം, ഇങ്ങോട്ട് നോക്കിയാലും ഇവിടെ ചില പറമ്പും കെട്ടിടങ്ങളും കാണാം, അതിനപ്പുറത്ത് എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ മാനുഷിക കണ്ണുകൾക്ക്, എന്റെ കാഴ്ചപ്പാടിന് ആ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യ, നിനക്ക് ദൈവത്തെ കാണുവാൻ നീ എവിടൊക്കെ തിരഞ്ഞാലും സാധ്യമല്ല എന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം പരിമിതിയുള്ള ഒരു കാഴ്ച മാത്രമേ നിനക്കുള്ളൂ. എവിടെ ചെന്നാലും നിനക്ക് ദൈവത്തെ കാണാനായിട്ട് കഴിയത്തില്ല. പരിമിതനായ മനുഷ്യൻ, പരിമിതിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന മനുഷ്യൻ, കേൾവിയാണെങ്കിലോ അതും ഒരു പരിമിതി മാത്രമേ കേൾക്കാൻ കഴിയത്തുള്ളൂ. കോട്ടയത്ത് പറയുന്ന ആളുടെ ശബ്ദം എനിക്ക് ഇവിടെ കേൾക്കാൻ കഴിയത്തില്ല. അവൻ ഇവിടെ ഞാൻ പറയുന്നത് ഈ ഒരു ചുറ്റളവിൽ മാത്രമേ, ഈ ആംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ ഞങ്ങൾ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മൈക്രോഫോണിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിനും ഒരു പരിധി മാത്രമേ കേൾക്കാൻ കഴിയത്തുള്ളൂ. അതൊരു പരിധിയിലേ ചെല്ലുന്നുള്ളൂ. അങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ പരിമിതനായ മനുഷ്യൻ, പരിമിതിക്കകത്ത് നിൽക്കുന്ന മനുഷ്യൻ, അപരിമിതനായ, ഒന്നുകൂടെ പറഞ്ഞാൽ ആകാശ ഭൂമികളെ, ആഴിയെ ഊഴിയെ തലികളെ താരങ്ങളെ സൃഷ്ടിച്ച ഈ വലിയ ദൈവത്തെ കാണുക എന്ന് പറഞ്ഞാൽ അവന്റെ മാനുഷിക കണ്ണുകൾ കൊണ്ട് സാധ്യമല്ല. കാരണം ദൈവം എന്ന് പറയുന്നത് കേവലം ഈ മനുഷ്യന്റെ ദൃഷ്ടിക്ക് കാണുന്നതക്ക നിലയിൽ മനുഷ്യന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളല്ല. ഒരിക്കൽ റഷ്യൻ യാത്രകനായ ബഹിരാകാശ സഞ്ചാരിയായ ഒരു മനുഷ്യൻ പറഞ്ഞു, ചന്ദ്രനിൽ ചെന്നിട്ട് ഞാൻ ദൈവത്തെ കണ്ടില്ല. അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ ചന്ദ്രനിലും കണ്ടാൽ ദൈവം ഇരിക്കുന്നത്. നോ, ചന്ദ്രനിലല്ല, സൂര്യനിലല്ല, ഈ ഗോളങ്ങളിലെല്ലാം ദൈവം ഇരിക്കുന്നില്ല. മറിച്ച് ഈ ഗോളങ്ങളെ എല്ലാം നിർമ്മിച്ച ദൈവമാണ്. ആകാശഗംഗയെ നിർമ്മിച്ച ദൈവമാണ്. ഗാലക്സികളെ നിർമ്മിച്ച ദൈവമാണ്. ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചു, നമ്മുടെ ഇങ്ങനെ ഭൂമി ഉള്ള ഈ ഗാലക്സികളെ പോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഗാലക്സികൾ വേറെയുണ്ട്. അയ്യോ, അങ്ങനെ ഈ ഗാലക്സികളെ എല്ലാം നിർമ്മിച്ച ദൈവമുണ്ടെന്നേ. ആ ദൈവത്തെ പരിമിതനായ മനുഷ്യന് കാണാൻ കഴിയാതെ വന്നപ്പോൾ, അവൻ എത്തിപ്പിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ ദൈവം തീരുമാനിച്ചു അവന്റെ അടുക്കലേക്ക് ഒന്ന് ഇറങ്ങി വരിക. ദൈവം മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുവാൻ ആഗ്രഹിച്ചു. അതിനാണല്ലോ അവതാരം എന്നൊക്കെ പറയുന്നത്. ബൈബിളിൽ അവതാരം എന്ന് പറയുന്ന ഒരു പദമില്ലെങ്കിലും യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് ഒരു തിരുവവതാരമാണ്. എങ്ങനെ മനുഷ്യനായി ദൈവം ഇറങ്ങി വന്ന തിരുവവതാരം ഏതാന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനമാണ്. യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് മനുഷ്യൻ നിമിത്തം മനുഷ്യനായി ഇറങ്ങി വരേണ്ടി വന്നത് മനുഷ്യന്റെ പാപമാണ്. പാപത്തിന്റെ അതിന്റെ കഠോരവും ക്രൂരവുമായ ശക്തികൾ മാനവജാതിയുടെ അകത്തലങ്ങളിൽ മുറിവേൽപ്പിച്ച് അവന്റെ മനസാക്ഷിയുടെ നൊമ്പരവും വേദനയും അവൻ ഹൃദയത്തിൻ്റെതായിരിക്കുന്ന ആർത്തനാളവും ഉയരങ്ങളിലേക്ക് ഉയർന്നു ചെന്നു. ലോകത്തിന്റെ നാനാധികരണങ്ങളിലുള്ള സകല ആളുകളും ഒരുപോലെ ഉയരങ്ങളിലേക്ക് നോക്കി നിലവിളിച്ചു, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ,
പാപത്തിന് അധീനമായ, മരണത്തിന് അധീനമായ എന്റെ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുക. ഒരു തെറ്റ് ചെയ്തിട്ടോ പിന്നെയും ചെയ്യരുതെന്ന ആഗ്രഹം ഉണ്ടായിട്ടും അറിയാതെ പാപം എന്നെ കടന്നു കയറുന്നു. പാപത്തിന്റെ ശക്തി എന്റെ മേൽ വ്യാപരിക്കുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, നന്മ ചെയ്യണമെന്നറിയാം, പക്ഷെ അറിയാത്ത തിന്മ ചെയ്യുന്നു. തിന്മ ചെയ്യരുതെന്നറിയാം, അറിയാതെ തന്നെ തിന്മയിലേക്ക് കുപ്പുകുത്തുന്നു. പാപം കടന്നു കയറി മാനവർഗത്തെ മുഴുവൻ മുടിച്ച് അവൻ നശിപ്പിച്ച ശാപത്തിന്റെ ദൂഷിച്ച അനുഭവത്തിലേക്ക്, നാശത്തിലേക്ക്, തകർച്ചയിലേക്ക്, നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ആർത്തനാദത്തോടെ മുകളിലേക്ക് നോക്കി മനുഷ്യൻ നിലവിളിച്ചു, അയ്യോ ദൈവമേ, എന്നെ ത്രാണനം ചെയ്യണമേ, എന്നെ വിടുവിക്കണമേ. പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ ത്രാഹിമാ പുണ്ഡരികാശ സർവേശ്വരോഹരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: ഞാൻ പാപത്തിന്റെ ആത്മാവോട് കൂടിയവനാണ്, പാപത്തിൽ പിടിക്കപ്പെട്ടവനാണ്. പാപം നിമിത്തം എനിക്ക് രക്ഷപ്പെടുവാൻ ഒരു വഴിയും കാണുന്നില്ല. അല്ലയോ സകല യാഗങ്ങളുടെയും ഉടമയായ ദൈവമേ, അങ്ങനെ ത്രാണനം ചെയ്താലും രക്ഷിച്ചാലും മാനവജാതിയുടെ അകത്തലത്തെ നിലവിളിയാണ് അസതോമാ സത്യമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാം അമൃതം ഗമയ. അതും മനുഷ്യന്റെ അകത്ത് നിലവിളിയ. ഞാൻ അസത്യത്തിലാണ്, ദൈവമേ എന്നെ സത്യത്തിലാക്കണമേ. ഞാൻ ഇരുട്ടിലാണ്, ദൈവമേ എന്നെ വെളിച്ചത്തിലാക്കണമേ. ഞാൻ മരണത്തിലാണ്, ദൈവമേ എന്നെ ജീവനിലാക്കണമേ. മനുഷ്യന്റെ മനസാക്ഷിക്കകത്ത് നിന്ന് ഉയരങ്ങളിലേക്ക് നോക്കിയവൻ നിലവിളിക്കുക. രാവിലെ സമയം ഋഷിവര്യന്മാർ പ്രാർത്ഥനാ മന്ത്രത്തിൽ ചൊല്ലുന്ന പദമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒരു കൈക്കുമ്പിളിൽ ഇറങ്ങി നിന്ന് വെള്ളം കോരി മുകളിലേക്ക് എറിഞ്ഞിട്ട് അവരിങ്ങനെ പാടും: അസലോമാസ്വഗമയ തമസോമാം ജ്യോതിർഗമയ മൃത്യുമാ അമൃതം ഗമയ എന്ന് പറഞ്ഞാൽ ഞാൻ അസത്യത്തിലാണ്, ദൈവമേ എന്നെ സത്യത്തിലേക്ക് നയിക്കണമേ. ഞാൻ ഇരുട്ടിലാണ്, ദൈവമേ എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണമേ. ഞാൻ മരണത്തിലാണ്, ദൈവമേ എന്നെ ജീവനിലേക്ക് നടത്തണമേ. ഇതിന്റെ മറുപടി ആരാ പറഞ്ഞെന്നറിയാമോ? ചരിത്രം ഒരുപോലെ കുലഘോഷമായി പഠിച്ചു നോക്കൂ. ഇതിന്റെ മറുപടി പറഞ്ഞ ഒരേ ഒരുവൻ. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനാണ് സത്യം. സത്യം ഞാനാണെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? സത്യം അന്വേഷിക്കുന്ന മനുഷ്യ, സത്യം എന്ന് പറയുന്നത് ജഡമെടുത്ത് താളലോകത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവാ. ഞാനാണ് ജീവൻ. ഒരിക്കൽ ലാസറിന്റെ കല്ലറയ്ക്കൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. മാത്രമല്ല യേശു പറഞ്ഞ ഇങ്ങനെയാണ്: ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ചരിത്രത്തിൽ ഇറങ്ങി വന്ന നമുക്കറിയാം ശ്രീബുദ്ധനെ കുറിച്ച് പറയുന്നത് ഏഷ്യയുടെ വെളിച്ചമെന്ന. ഏഷ്യയുടെ വെളിച്ചമാണ് ശ്രീബുദ്ധൻ എന്നാ പഠിപ്പിക്കുന്നത്. എന്നാൽ ലോകത്തിന്റെ വെളിച്ചമാണ്. ഏഷ്യയിലെ ചില സ്ഥലങ്ങളിൽ ആരെയൊക്കെയോ പ്രകാശിപ്പിച്ച ശ്രീബുദ്ധനെ കുറിച്ച് ആളുകൾ അങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ ലോകം മുഴുവൻ വെളിച്ചം വിതറിയ, മാനവ ഹൃദയങ്ങളിലെ ഇരുട്ട് നീക്കിയ ഒരേ ഒരു ഗുരു ഇരുട്ട് നീക്കുന്നവൻ അതാരാ? അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യന്റെ ആർത്തനാദം ഉയരങ്ങളിലേക്ക് ചെന്നപ്പോൾ ഭാരതത്തിൽ നിന്നല്ല, ലോകത്തിന്റെ നാനാദിഗന്ധങ്ങളിൽ നിന്ന് ആയിരങ്ങൾ വിളിച്ചു: ദൈവമേ, ഞങ്ങൾ എത്തിപ്പിടിച്ചിട്ടും അങ്ങേ കാണാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് അങ്ങേ ദർശിക്കാൻ കഴിയുന്നില്ല. പാപം ഞങ്ങളെ ചതിച്ചു, പാപം ഞങ്ങളെ അധപ്പതിപ്പിച്ചു, ഞങ്ങളുടെ കുടുംബങ്ങൾ തകർന്നു, ഞങ്ങളുടെ മനസാക്ഷിയുടെ നൊമ്പരം വേദന തീർക്കുവാൻ ആരുണ്ട്? ചരിത്രത്തിൽ ആയിരങ്ങൾ ആത്മഹത്യ ചെയ്തു. അയ്യോ, ജീവിതത്തെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ എത്രയോ കുടുംബങ്ങൾ തകർന്നു. മനുഷ്യൻ നിലവിളിച്ചു, മുകളിലേക്ക് നോക്കി വിളിച്ചു. അവൻ കണ്ടെത്താവുന്ന മാർഗങ്ങൾ പലതും അന്വേഷിച്ചു നോക്കി. യാഗങ്ങളും കർമ്മങ്ങളും തീർത്ഥയാത്ര എല്ലാം കർമാദികൾ എല്ലാം നടത്തി. പക്ഷെ അവിടെയൊന്നും യഥാർത്ഥമായ സമാധാനം വരാതെ വന്നപ്പോൾ മുകളിലേക്ക് നോക്കി നിലവിളിച്ചപ്പോൾ ഒരു മറുപടി: ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആമേൻ, ഞാൻ വരുന്നു. ആര് പറഞ്ഞ പദമാണെന്നറിയാമോ? ആമേൻ, ദൂതന്മാരുടെ ആരാധ്യ വസ്തുവായിരുന്ന കർത്താവായ യേശു ക്രിസ്തു പറയുക: ഞാനിതാ വരുന്നു. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തെ രണ്ടാക്കി മാറ്റി ചരിത്രത്തിന്റെ നടുവിൽ കാലുകുത്തി ഒരുവൻ പറയാ: ഞാൻ വരിക, മകനെ നിനക്ക് വേണ്ടി ഞാൻ വരിക, മകളെ നിനക്ക് വേണ്ടി ഞാൻ വരിക. ആന്തരിക തലങ്ങളിൽ സ്വസ്ഥതയില്ലാതെ നീറിപ്പോകുന്ന മാനവ മനസാക്ഷിക്കകത്ത് വൃണം പോലെ വേദനിപ്പിക്കുന്ന പാപത്തിന്റെ കനത്ത പാപഭാരം
വേണ്ടി ഒരുവൻ ഇറങ്ങി വരുന്നു. നിനക്ക് വേണ്ടി ഒരുവൻ ഇറങ്ങി വരുന്നു. ചരിത്രത്തെ കീറി മുറിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ മധ്യഭാഗമായ, ലോക ചരിത്രത്തിന്റെ മധ്യഭാഗമായ പലസ്തീനായിൽ ആമേൻ ഒരു കോമ്പസ് കൊണ്ട് ലോകം മുഴുവൻ ഒന്നിച്ചൊന്ന് വട്ടം വരച്ചു നോക്കി. അതിന്റെ മധ്യഭാഗമാണ് പലസ്തീൻ അഥവാ യെരുശലേം. ആ മധ്യഭാഗമായ യെരുശലേമിലേക്ക് എന്റെ കർത്താവ് എഴുന്നള്ളി. ലോകത്തിന്റെ ശിരോജാതി എന്നറിയപ്പെടുന്ന യഹൂദനോടുള്ള ബന്ധത്തിലാണ് എന്റെ കർത്താവിന്റെ ജനനമുണ്ടായത്. നൂറ്റാണ്ടുകൾക്ക് പ്രവചിച്ചു. എങ്ങനെ പ്രവചിച്ചു? അത് കന്യകയിലൂടെ ദൈവപുത്രൻ ലോകത്തിലേക്ക് വരും. അത് യെശയ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകനാണ് പ്രവചിച്ചത്. ആ ദീർഘദർശി പ്രാർത്ഥനയിൽ കണ്ട കാഴ്ച കുറിച്ചു വെച്ചു. അതെങ്ങനെയാണ്? അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. ദൈവം കൂടെ വരുന്ന ഒരു ഇമ്മാനുവേൽ ഉണ്ട്. അവൻ കന്യകയിൽ വരും. കന്യക ഗർഭിണിയാകും. ആ കന്യക പ്രസവിക്കും. കന്യകയാകുന്ന പാത്രത്തിൽ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് പരിശുദ്ധാത്മാവ് ഉത്പാദിതമാകുന്നതാണ് യേശുക്രിസ്തു. ശ്രദ്ധിക്കണമേ, ലോകത്തിൽ ജനിച്ചിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. മഹാന്മാരുണ്ട്, ഉന്നതന്മാരുണ്ട്, സാമ്രാട്ടുകളുണ്ട്. ആമേൻ. ഇവിടെ ആമേൻ അത്ഭുതങ്ങൾ വിരാജിച്ച ആളുകളുണ്ട്. ഇവിടെ ആമേൻ ഒത്തിരി സകല നിലകളിലുമുള്ള പുള്ളികളുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ പോലെ ഒരാളില്ല. യേശു ജനിച്ചതുപോലെ ഒരാൾ ജനിച്ചിട്ടില്ല. ചരിത്രം എഴുതിയ ചരിത്ര പുരുഷനാണ് ക്രിസ്തു. ജനിക്കുന്നതിന് മുമ്പ് ജനിക്കുമെന്ന് പറഞ്ഞ് അവൻ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ശിശു നൽകിയപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനനത്തെ കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ചരിത്രമുള്ള ഒരു ചരിത്ര പുരുഷനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ജനനത്തെ കുറിച്ച് മാത്രമാണോ? ജീവിതത്തെ കുറിച്ച് എന്തൊക്കെ പറയുന്നുണ്ട്? അതൊക്കെ എങ്ങോട്ട്, ആ പ്രവചനമൊക്കെ എങ്ങോട്ട് പറയാൻ തുടങ്ങിയ പഴയ നിയമത്തില് 39 പുസ്തകങ്ങളിൽ പല പുസ്തകങ്ങളിലും ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ ശുശ്രൂഷ, യേശുവിന്റെ മരണം. എന്തിനേറെ, യെശയ്യാവ് തന്നെ ഒരധ്യായം മുഴുവൻ യേശുവിന്റെ മരണത്തെ കുറിച്ച് എഴുതി വെച്ചു. ഒരധ്യായം മുഴുവൻ ആ ക്രൂശിലെ മരണത്തെ കുറിച്ച്. നാം എല്ലാം ആടുകളെ പോലെ തെറ്റിപ്പോയി. നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞു. എന്നാൽ നമ്മുടെ അകൃത്യം മുഴുവൻ എന്റെ യേശു ഏറ്റെടുത്തു. ഇത് മുഴുവൻ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് യെശയ്യാവിന്റെ പുസ്തകം. ഒരധ്യായം മുഴുവൻ എഴുതി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് ആ ക്രൂശിൽ നിലവിളിക്കുന്ന ദൈവപുത്രന്റെ നിലവിളി ദാവീദ് 22-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു. എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എന്റെ അസ്ഥികളൊക്കെയും എണ്ണാം. ആ മലകളിൽ 33 വയസ്സുള്ള ഒരു യൗവന ശരീരം ഒരു ക്രൂശിന്മേൽ 3 ആണിമേൽ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച കണ്ടില്ലേ? ചരിത്ര പുരുഷനായി ഇറങ്ങി വന്ന ദൈവപുത്രനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ക്രിസ്ത്യാനിയോ ക്രൈസ്തവരോ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ചിന്തിക്കുന്ന ഒരാളാണല്ലോ. നിങ്ങളുടെ ചിന്തയ്ക്ക് ആ ചിന്തയിലിടുവാൻ ഒന്നുകൂടെ നിങ്ങളെ ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളിലേക്ക് അടുപ്പിക്കുവാൻ ഈ വചന സത്യങ്ങൾ ആത്മാവിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ ആത്മാവിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ മാനവർഗത്തിനു വേണ്ടി തന്നെത്താൽപ്പിച്ചു കൊടുക്കുകൊണ്ട് ഇറങ്ങി വന്ന് ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് അത്ഭുതങ്ങൾ ചെയ്ത അത്ഭുതങ്ങൾ മരണത്തിൽ പോലും അത്ഭുതങ്ങളാ. എന്തിന്? മരണത്തെ ജയിച്ചത് വലിയൊരു അത്ഭുതം. ലോക ചരിത്രത്തിൽ ജനിച്ചു വീണവരെല്ലാം മരണം കൊണ്ട് തീർന്നേ. എംപിയിട്ട് മരണശേഷം എന്തെങ്കിലും അവരുടെ ബയോഗ്രഫി വായിച്ചു നോക്കി എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രം. എന്നാൽ വേദപുസ്തകത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങളിൽ യേശുവിന്റെ മരണത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ട് അടുത്തൊരു അധ്യായം ഉയർപ്പിനെ കുറിച്ചാണ്. ലോക ചരിത്രത്തിൽ ഉയർപ്പിന് ഒരധ്യായം പോലും ആർക്കും ഇല്ലാതിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ഒരധ്യായമുള്ള ഒരേ ഒരുവരേ ഉള്ളൂ, അത് നസറേനായ യേശു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രസംഗിക്കുന്നത് നെഞ്ചും നെറ്റിയും കൊടുത്ത് ഈ പുസ്തകം മാറത്തോടടുക്കി പിടിച്ച് അവയെ കവലകളിൽ നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നതിന്റെ കാരണം ഒന്നേ ഉള്ളൂ. ചൂടാമാനവ, ഞങ്ങളുടെ കർത്താവ് എത്ര വലിയവൻ, ഞങ്ങളുടെ കർത്താവ് എത്ര ഉന്നതൻ, അവനെ പോലൊരാളില്ല, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലാരാധ്യൻ ആരുമില്ല, അവരിൽ ശരണപ്പെട്ടൊരാ
മോദമായി മരുവിയിലും രാവിലും ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ചില ആളുകൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഇത്ര ആവേശം എന്നാണ് ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, മുക്കാച്ചാൽ നീളമുള്ള ഇന്നത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ കണ്ടില്ലേ ഈ സിന്ദാബാദ് വിളിച്ച് മുട്ടി ചുരുട്ടി നടക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതിലും വലിയൊരു സത്യം കണ്ടെത്തിയവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ആവേശമുണ്ട്. ഞങ്ങളുടെ ശിരാന്തരങ്ങളിൽ വ്യാപരിക്കുന്ന ഞങ്ങളുടെ പാപത്തെ കഴുകിയ യേശുവിന്റെ പുണ്യാഹ ചോര കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിന്റെ സ്നേഹം ഞങ്ങളുടെ അകത്തലത്തിൽ ആത്മാവിൽ നിറയുമ്പോഴാണ് ഞങ്ങൾ ഈ സത്യം ആവേശപൂർവ്വം വിളിച്ചു പറയുന്നത്, ഞങ്ങളുടെ സ്തോത്രം പറയുന്നത്. ചില ആളുകൾ പറയും, എന്തൊരു സ്തോത്രമാണ്, എന്തൊരു അല്ലേലിയാണ്, എന്തൊരു ബഹളമാണ്. അവിടെ ബഹളം വെക്കുകയല്ലെന്ന്, ഞങ്ങളുടെ അകത്തൊരാവേശമുണ്ടെന്ന്. ഇന്നത്തെ മുന്നണിക്ക് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവേശം, കോൺഗ്രസിന് ആവേശം, BJPക്ക് ആവേശം, ഇന്നത്തെ രാഷ്ട്രീയക്കാരന് എല്ലാ ആവേശം. അങ്ങനെയാണെങ്കിൽ ഇത് ചൂട് പിടിച്ച രാഷ്ട്രീയ പരിപാടിയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? അതെ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആവേശമില്ലാതിരിക്കും. ഞങ്ങളുടെ അകത്ത് യേശു കയറിയ ആവേശം, പാപം മാറിയ ആവേശം, വിടുതൽ കിട്ടിയ ആവേശം, മദ്യപാനം മാറിയ ആവേശം, കുടുംബത്തിൽ സമാധാനം കിട്ടിയ ആവേശം. ഇവിടെ നേരത്തെ പാടിയ അമ്മച്ചി ക്യാൻസർ രോഗിയായിരുന്നു, ക്യാൻസർ സൗഖ്യമായ ആവേശം. ചുമ്മാ പാടിയതല്ല, ഒരു അമ്മച്ചി ഇവിടെ പാട്ട് പാടി കുറച്ചു മുമ്പ്. ക്യാൻസർ രോഗിയായിരുന്നു, സൗഖ്യം കിട്ടി, യേശു സൗഖ്യമാക്കി. അതുകൊണ്ടാണ് പാടിയത്. ക്യാൻസർ രോഗം മാറുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, ജീവിതത്തിൽ മാറ്റം വരുന്നു. ഇതെല്ലാം ഒരു ആവേശത്തിന് കാരണമാണ്. എന്താ കാരണം? പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഇറങ്ങി വന്ന യേശു. അതുകൊണ്ട് ആ യേശുവിന്റെ സ്നേഹം അകത്ത് കയറിയാൽ ജീവിതം അമ്പേ മാറുക, കുടുംബം മാറുക, തകർച്ചയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. സ്നേഹിത സഹോദര, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു അകത്ത് കയറിയാൽ നിങ്ങളുടെ ജീവിതം പാടെ മാറും കേട്ടോ. ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാകും കേട്ടോ, സമാധാനം ഉണ്ടാകും. എന്റെ യേശുവിനെ പോലെ ഒരാളില്ല. ഞാൻ എന്റെ വാക്ക് ദീർഘമാക്കുന്നില്ല. ചരിത്രത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് ചരിത്ര പുരുഷനായി ജീവിച്ച് ചരിത്രത്തിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് ഇനി എത്രയും വേഗം മടങ്ങി വരുമെന്ന് പറഞ്ഞ ഒരു ചരിത്ര പുരുഷൻ. അതിന്റെ മുമ്പ് കർത്താവ് വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ആ കൊച്ചു ഹൃദയ തലത്തിലുണ്ടല്ലോ, എന്റെ യേശുവിനൊരു സിംഹാസനം കൊടുക്കാൻ തന്നെ കഴിയുമോ? എന്റെ യേശു വസിക്കാൻ ആഗ്രഹിക്കുന്നത് അമ്പര ചുംബികളായ മണിമന്ദിരത്തിലല്ല, വലിയ വലിയ പള്ളികളിലോ ഉന്നതമായ വലിയ റിസോർട്ടുകളിലല്ല. എന്റെ യേശു വസിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൊച്ചു ഹൃദയത്തിലാണ്. ആ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് കർത്താവേ അങ്ങ് സിംഹാസനം വിട്ട് എന്റെ അകത്ത് വരണമെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ എന്റെ യേശു നിന്റെ അകത്തേക്ക് കയറി വരും. ആ യേശുവിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഈ ദേശത്തോട് സംസാരിക്കുക. ഈ ദൈവസഭയുടെ പ്രത്യേകിച്ച് ദൈവജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ദേശത്തോട് വിളംബരം ചെയ്യുന്നു. സഹോദര, നീ പാപത്തിൽ പോകരുത് കേട്ടോ. നീ തകർച്ചയിൽ മുന്നോട്ട് നീങ്ങരുത്. നീ സ്നേഹിക്കുന്ന മതങ്ങളോ മതസൗഹാർദ്ദങ്ങളോ അതിന്റെ ശക്തികളോ ഒന്നും നിന്നെ രക്ഷിക്കത്തില്ല. പാപം ആമേൻ തള്ളായ നിലയിൽ പടർന്നു വന്നിരിക്കുന്ന ലോകത്തിൽ പാപപരിഹാരകനായി ഇറങ്ങി വന്ന യേശു, യഥാർത്ഥ അവതാരമായ യേശു, മാനവജാതിക്ക് വേണ്ടി പാപത്തിന്റെ പരിഹാരം എന്നുള്ള നിലയിൽ ക്രൂശ്, അതിന്റെ മരണം തള്ളായ നിലയിൽ സഹിച്ച് പാടികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മരിച്ചു അടക്കപ്പെട്ടത് മരണത്തെ ജയിച്ചു ഉയർത്തുന്നിട്ട് ഇനി എത്രയും വേഗം മടങ്ങി വരുന്ന ക്രിസ്തുവിനെ ഹൃദയം തുറന്നൊന്ന് സ്വീകരിക്കുമോ? കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ അകത്തേക്ക് അങ്ങ് വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആരുമായിക്കോട്ടെ, ബംഗാളി ആയിക്കോട്ടെ, മലയാളി ആയിക്കോട്ടെ, ഈ ദേശത്ത് പാർക്കുന്ന പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ കുടുംബ പാരമ്പര്യമോ നിങ്ങളുടെ ഭാഗ്യപാലസോ നിങ്ങളുടെ സ്ഥിതിയോ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഒറ്റ കാര്യം, യേശു നിന്റെ അകത്തേക്ക് വരിക, യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരിക. ഇതുവരെ നീ അവസരം കൊടുത്തു. എത്ര നാളായി യേശുവിനെ തള്ളിയിട്ട് പാട്ട് കേൾക്കുമ്പോ പ്രാർത്ഥന കേൾക്കുമ്പോ നിന്റെ ആകപ്പാടെ ബൃന്ദലിക്കുക. നിന്റെ മനസാക്ഷിക്കകത്തുള്ള നോമ്പരം, ആ പാപത്തിന്റെ നോമ്പരം കഴുകാൻ യേശുവിന് കഴിയും കേട്ടോ. യേശുവിനെതിരെ യേശുവിന്റെ ആ വാചനത്തിന് അനുകൂലമായി നീ പ്രതികരിക്കുക. ഈ ദിവസങ്ങളിൽ യേശുവിന്റെ ശബ്ദം നീ കേൾക്കുക. ദൈവശബ്ദത്തിന് ഒപ്പമെണ്ണം നിന്നെ തന്നെ താഴ്ത്തിയേൽപ്പിക്കുക. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി നിന്നോട് ഇടപെടുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചാത്ത കർത്താവേ, എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ, എന്റെ ഹൃദയം തുറന്ന് അങ്ങേ ഞാൻ രക്ഷകനെ കർത്താവുമായി സ്വീകരിക്കുന്നു. ആമേൻ. ഹൃദയം ഒന്ന് തുറന്നേ, യേശുവിനെ സ്വീകരിച്ച് കർത്താവ് നിന്റെ അകത്തേക്ക്
വരും. നിന്റെ ജീവിതം മാറും, നിന്റെ ഗതിവിഗതികൾ മാറും, നിന്റെ തകർച്ച മാറും, മദ്യപാനം മാറും, അസ്വസ്ഥതകൾ മാറും. കീറിപ്പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ കർത്താവ് നിനക്ക് നൽകും. വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു, വാതിൽക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. ഇമ്പസ്വരം കേൾക്കുമോ മകനെ, മകളെ, കുഞ്ഞെ. ഇമ്പസ്വരം കേൾക്കുമോ മകനെ, മകളെ, കുഞ്ഞെ. ഹൃദയവാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. ഒരു ഭിക്ഷുവിനെ പോലെ നിന്റെ ഹൃദയവാതുക്കൽ നിന്ന് യേശു മുട്ടുകയാണ്. വാതുക്കൽ നിന്നിട്ടവൻ കെഞ്ചി വിളിച്ചിടുന്നു. എന്റെ സ്വരം കേൾക്കുമോ മകനെ, മകളെ, കുഞ്ഞെ. ദൈവസ്വരം കേൾക്കുമോ മകനെ, മകളെ, കുഞ്ഞെ. ഈ സമയം വരെ നീ കേട്ട ദൈവശബ്ദത്തിന്റെ മുൻപിൽ നിന്റെ ഹൃദയവാതിക്കൽ യേശു മുട്ടുന്നു. ആ സ്വരം കേൾക്കുമോ? കർത്താവേ, എന്റെ ഹൃദയം ഞാൻ തുറന്നു തരുന്നു, എന്റെ ജീവിതത്തിലേക്ക് വന്നാട്ടെ. എന്റെ ജീവിതത്തിന്റെ പാപം നിറഞ്ഞ ഇരുളടഞ്ഞ അനുഭവങ്ങളെ മാറ്റി സ്വസ്ഥമായിരിക്കുന്ന വിടുതലിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ഒരു നിമിഷം ആരും പ്രാർത്ഥിക്കും, ആരും തങ്ങളെ തന്നെ സമർപ്പിക്കും. പരിശുദ്ധന്റെ ആത്മാവ് ശക്തമായി നിങ്ങളെ വിളിക്കുന്നു. ആ ശബ്ദത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഏവരോടും അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്തൃദാസന്മാർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്.